Hi everyone. Hi everyone. A very warm good afternoon to one and all. Welcome to yet another live session from Vision Learning. And in this live session, I'll be discussing about active and passive voice, how to appropriately use passive voice in your OET writing module. So, before starting the session, we can wait for a few minutes so that everyone can join our live. So, yes, I hope all of you are ready for the session. And the one thing I would like to remind you is that if you have any doubts or need more clarification regarding anything that I'm going to discuss, you are very free to ask me, or you can comment your doubts or queries in this comment session. I'll be clarifying all your doubts after this live. Okay. So, we can start our session. സോ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ രണ്ട് ടൈപ്പ് ഓഫ് വോയിസസ് ആണ്. നമ്മൾ ഇത് എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ്ലി ഒ ഇ ടി മൊഡ്യൂൾസിൽ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒ ഇ ടിയിൽ വരാണെങ്കിൽ സ്പീക്കിംഗിൽ നമ്മൾ ആക്റ്റീവ് വോയിസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് പറയുന്ന പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറി ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ സ്പീക്ക് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് ഡയറക്ട്ലി സ്പീക്ക് ചെയ്യാണ്. പക്ഷെ നമ്മൾ പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ പാസീവ് വോയിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒ ഇ ടി റൈറ്റിംഗിലാണ്. കാരണം റൈറ്റിംഗിൽ നമ്മൾ ഒരിക്കലും ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ അല്ല ലെറ്റർ എഴുതുന്നത്, ഒരു തേർഡ് പേഴ്സൺ വായിക്കുന്ന പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഓക്കെ, അല്ലാണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് വേറൊരാൾക്ക് ലെറ്റർ എഴുതുന്നതല്ല, ഒരു തേർഡ് പേഴ്സൺ റീഡ് ചെയ്യുന്ന പുറത്തുനിന്ന് ഒരാൾ വായിക്കുന്ന പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. Okay, so let's get in more into this topic. So active and passive voice. So what do you mean by this active and passive voice? Active voice describes a sentence where the subject performs the action started by the verb. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ആക്റ്റീവ് വോയിസിൽ പറയുമ്പോൾ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോർ ദ വെരി സിമ്പിൾ എക്സാമ്പിൾ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ്
രാമ കിൽഡ് രാവണ എന്നൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ ആരാണ് ചെയ്യുന്നത്? രാമയാണ്. അവിടെ നടക്കുന്ന ആക്ഷൻ എന്താണ്? കിൽഡ് ആണ്. ആ ആക്ഷൻ ആരാണ് റിസീവ് ചെയ്യുന്നത്? രാവണിയാണ്. അപ്പൊ സബ്ജക്ട് വേർബ് ഒബ്ജക്ട് ഇങ്ങനെയാണ് ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് കെടുക്കുക. സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് കെടുക്കുക? സബ്ജക്ട് വേർബ് ഒബ്ജക്ട്. ആൻഡ് ഇൻ ആക്റ്റീവ് വോയിസ് ആർക്കാണ് ഇമ്പോർട്ടൻസ്? രാമയ്ക്കാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ആക്റ്റീവ് വോയിസിൽ ആക്ഷൻ ചെയ്യുന്ന ആൾക്ക് ആണ് ഇമ്പോർട്ടൻസ്. അത് ആര് സ്വീകരിച്ചു എന്നുള്ളതിനെക്കാട്ടും ആരാണ് ആക്ഷൻ ചെയ്യുന്നത് അവർക്കാണ് ആക്റ്റീവ് വോയിസിൽ ഇമ്പോർട്ടൻസ്. അതായത് സബ്ജക്റ്റിനാണ് ആക്റ്റീവ് വോയിസിൽ ഇമ്പോർട്ടൻസ്. ഇനി പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ ഈ രാമ കിൽഡ് രാവണ എന്നുള്ള ഒരു സെന്റൻസ് പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ അത് എന്താവും? രാവണ വാസ് കിൽഡ് ബൈ രാമ എന്നാവും. അതായത് സെന്റൻസിന്റെ സ്ട്രക്ചർ മാറിയിട്ട് എന്താവും? ഒബ്ജക്ട് വേർബ് സബ്ജക്റ്റ് എന്നാവും. അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കുന്നത്? ഒബ്ജക്റ്റിനാണ്. ആരാണ് വേർബിന്റെ, അതായത് ആരാണ് ആക്ഷൻ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ ആരുടെ മേലാണോ നടക്കുന്നത് അവരെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുക. അപ്പം ആക്ഷൻ ആരാണോ സ്വീകരിക്കുന്നത്, അല്ലെ ആക്ഷൻ എന്തിന്റെ മേലാണോ നടക്കുന്നത് ആ ഒബ്ജക്റ്റിനാണ് നമ്മൾ പാസീവ് വോയിസിൽ ഇമ്പോർട്ടൻസ്. സോ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എഴുതുന്നതിനെയാണ് പാസീവ് വോയിസ് എന്ന് പറയുക. അപ്പം നമ്മൾ ഒ ഇ ടിയില് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒ ഇ ടിയിൽ ആർക്കായിരിക്കും ഇമ്പോർട്ടൻസ്? ആരാണ് ആക്ഷൻ റിസീവ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിനായിരിക്കും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അവര് റിസീവ് ചെയ്ത ട്രീറ്റ്മെന്റ്സിന്, അല്ലെങ്കിൽ അവര് റിസീവ് ചെയ്ത മെഡിക്കേഷൻസിന്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഓക്കെ, അപ്പം റെസിപ്പിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയാം. അതായത് ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയാം. ഒ ഇ ടിന്റെ ബേസിൽ റെസിപ്പിയൻസ് ആരായിരിക്കും? പേഷ്യൻസ് ആയിരിക്കും. അവർ റിസീവ് ചെയ്ത ട്രീറ്റ്മെന്റ്സ്, അവർ റിസീവ് ചെയ്ത മെഡിക്കേഷൻസിന്, അവർ റിസീവ് ചെയ്ത കെയറിന്, ഇതിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഐ ഹോപ്പ് what active voice and passive voice is that's clear to you. I hope it's clear to you. Moving on to the next, that is റൂൾസ്. നമ്മൾ എങ്ങനെയാണ് ഒരു ആക്റ്റീവ് വോയിസ് സെന്റൻസിനെ പാസീവ് വോയിസ് ആക്കുക എന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് സബ്ജക്ട് വേർബ് ഒബ്ജക്ട്. സബ്ജക്ട് വേർബ് ഒബ്ജക്ട് നമ്മൾ ഒരു സെന്റൻസിൽ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക? ഒരു സെന്റൻസിൽ എന്ത് ആക്ഷൻ ആണോ നടക്കുന്നത് അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയാ. ആ ആക്ഷൻ ആരാണോ ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ്. ആ ആക്ഷൻ ആരുടെ മേലാണോ പ്രവർത്തിക്കുന്നത്, ആരാണോ അത് റിസീവ് ചെയ്യുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ സബ്ജക്ട് ഒബ്ജക്റ്റ് വേർബിനെ കണ്ടുപിടിക്കുക. നമ്മൾ സബ്ജക്ട് ഒബ്ജക്റ്റ് വേർബിനെ കണ്ടുപിടിച്ചാൽ മാത്രമാണ് ആ ഒബ്ജക്റ്റിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേർബിനെ നമുക്ക് ടെൻസ് ഫോമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് സബ്ജക്റ്റ് അവിടെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് മനസ്സിലാക്കി നമുക്ക് പാസീവ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ടെൻസ്. ഏത് ടെൻസ് ഫോമിലാണ് ആ സെന്റൻസ് കെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാവണം. അപ്പൊ ഇപ്പം പ്രസന്റ് കണ്ടിന്യൂസിൽ എടുക്കുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ, ആക്റ്റീവ് വോയിസിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ എടുക്കുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ ആ ടെൻസ് നമ്മൾ മാറ്റാണ്ട് വേണം പാസീവ് വോയിസിലോട്ട് മാറ്റാനായിട്ട്. ആ വേർബിനൊക്കെ ചെറിയ ചേഞ്ചസ് വരും, പക്ഷെ ടെൻസ് ഫോം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാവും. ആ സമയം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ, പ്രസന്റ് കണ്ടിന്യൂസ് ആണോ, പ്രസന്റ് പെർഫെക്റ്റ് ആണോ, ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ടെൻസ് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ബ്രിങ് ഒബ്ജക്ട് ടു സബ്ജക്ട്. അതായത് ഒബ്ജക്റ്റിനെയും സബ്ജക്റ്റിനെയും ചേഞ്ച് ചെയ്യേണ്ടി വരും. അവരുടെ പൊസിഷൻ മാറും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്നായിരിക്കും. പക്ഷെ പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ അതെന്താവും? ഒബ്ജക്ട് വേർബ് സബ്ജക്ട് എന്നുള്ളതായിരിക്കും. അപ്പം ഒബ്ജക്റ്റിനെയും സബ്ജക്റ്റിനെയും ഷിഫ്റ്റ് വരുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് കറക്റ്റ് ദ വേർബ്. വേർബിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. നമ്മൾ വേർബ് എപ്പോഴും പാസീവ് വോയിസിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണ് എടുക്കുക. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണ് നമ്മൾ പാസീവ് വോയിസിൽ എപ്പോഴും വേർബ് എഴുതുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ്, യൂസ് ദ V3 ഫോം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും പാസീവ് വോയിസിൽ V3 ഫോമിലാണ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണ് നമ്മൾ വേർബിനെ യൂസ് ചെയ്യുക. അതായത് ED ഫോം, ഫിനിഷ്ഡ് ആയി എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും വേർബിനെ പാസീവ് വോയിസിൽ യൂസ് ചെയ്യുക. So I hope these rules are clear to you. Next we can elaborate this with some examples. So shall we begin? Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. So yes, moving on to the examples. നമുക്ക് ആദ്യം തന്നെ നോക്കാം.
ആക്റ്റീവ് വോയിസിൽ നോക്കാം. ഒരു സെന്റൻസ് നിങ്ങൾ സിമ്പിൾ പ്രസന്റിൽ നമ്മുടെ സെന്റൻസ് എങ്ങനെയാണ് പാസീവിലോട്ട് മാറ്റേണ്ടത്? ഈസ് ഓർ ആം ഓർ ആർ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ആക്റ്റീവ് വോയിസിൽ വി ഫോം ആണ് യൂസ് ചെയ്യുക, V1 ഫോം ആണ് യൂസ് ചെയ്യുക. പക്ഷെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ V3 ഫോം ആണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പം പാസീവ് വോയിസിന്റെ സെന്റൻസ് സ്ട്രക്ചർ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് ആം, ഈസ്, ആർ പ്ലസ് V3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പാസീവ് വോയിസിൽ ഒരു എക്സാമ്പിൾ, സോറി ആക്റ്റീവ് വോയിസിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ നേഴ്സ് gives Panadol to the patient. Okay, the nurse gives Panadol to the patient. അപ്പൊ നമുക്ക് റൂൾസ് വെച്ച് നോക്കാം. ഇതിലെ സബ്ജക്ട് എന്താണ് വരുന്നത്? ആരാണ് ആക്ഷൻ അവിടെ ചെയ്യുന്നത്? ആരാണ്? നേഴ്സ് ആണ്. അപ്പൊ നേഴ്സ് ആണ് ഇവിടുത്തെ സബ്ജക്ട്. വേർബ് എന്താണ്? എന്ത് ആക്ഷൻ ആണ് അവിടെ നടക്കുന്നത്? ഗിവ്സ് എന്നുള്ള ഒരു ആക്ഷൻ ആണ് അവിടെ നടക്കുന്നത്, കൊടുക്കുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഇനി ഒബ്ജക്ട് എന്താണ്? ആരുടെ മേലാണ് ഈ ഒബ്ജക്ട് അല്ലെങ്കിൽ സബ്ജക്ട് എന്താണ് ചെയ്യുന്നത്? ആ വേർബിന്റെ ആക്ഷൻ ആരുടെ മേലാണ് പ്രവർത്തിക്കുന്നത്? പെനഡോൾ ആണ്. ടു ദ പേഷ്യന്റ് എന്നാണ് പറയണത്. നേഴ്സ് പാനഡോൾ പേഷ്യന്റിന് കൊടുക്കും എന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇപ്പം നടന്ന ഒരു ആക്ഷൻ ആണ്. ദ നേഴ്സ് ഗിവ്സ് പെനഡോൾ ടു ദ പേഷ്യന്റ്. എന്താ പറയാ, നേഴ്സ് പേഷ്യന്റിന് പെനഡോൾ കൊടുത്തു. ഇപ്പൊ തന്നെ നടന്ന ഒരു ആക്ഷൻ ആണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കാണിക്കുന്നത്. നേഴ്സ് ഗിവ്സ് പെനഡോൾ ടു ദ പേഷ്യന്റ്. അപ്പൊ നമുക്ക് സബ്ജക്റ്റിനും വേർബിനും ഒബ്ജക്റ്റിനും മനസ്സിലായി. ഓക്കെ, ഇനി സബ്ജക്റ്റിനും വേർബിനും ഒബ്ജക്റ്റിനും മനസ്സിലായ എന്ത്? സബ്ജക്ട് എന്താണ്? നേഴ്സ്. വേർബ് എന്താണ്? ഗിവ്സ്. പെനഡോൾ ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാസീവ് വോയിസിലോട്ട് ഇതിനെ മാറ്റുമ്പോ അപ്പൊ എന്താവും? പെനഡോൾ ഇസ് ഗിവൺ ടു ദ പേഷ്യന്റ്. ഓക്കെ, പെനഡോൾ നമ്മൾ എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റിന് നമ്മളെ ഫേസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അതായത് പെനഡോൾ എന്നുള്ള ഒബ്ജക്റ്റിന് നമ്മളെ പാസീവ് വോയിസിൽ ഫേസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഗിവ്സ് എന്നുള്ളത് എന്തായി മാറി? ഈസ് ഗിവൺ ആയി. ഞാൻ പറഞ്ഞു നമ്മൾ പാസീവ് വോയിസിൽ V3 ഫോം ആണ് യൂസ് ചെയ്യുക. അപ്പം ഗിവൺ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഗിവന്റെ V3 ഫോം എന്താണ്? ഗിവൺ ആണ്. പെനഡോൾ ഈസ് given to the patient. Clear ആയോ? To the patient. Okay, Panadol is given to the patient. Okay, ആർക്കാണോ കൊടുത്തത് അവരെയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. നമ്മൾ സബ്ജക്റ്റിനെ മെൻഷൻ ആരാണോ ആക്ഷൻ പെർഫോം ചെയ്തതെന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഇല്ല. നേഴ്സിനെ ഇവിടെ മെൻഷൻ ബൈ ദ നേഴ്സ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യം ഇല്ല. പാനഡോൾ ഇസ് ഗിവൺ ടു ദ പേഷ്യന്റ് ബൈ ദ നേഴ്സ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യണം. അത്രയ്ക്കും റെലവെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. നമുക്ക് സബ്ജക്റ്റിനെ മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ ബൈ വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യുക. ബൈ ദ നേഴ്സ് അല്ലെങ്കിൽ ബൈ ദ ഡോക്ടർ, ബൈ ദ ബൈസ്റ്റാൻഡർ, ബൈ വെച്ചിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, പാനഡോൾ ഇസ് ഗിവൺ ടു ദ പേഷ്യന്റ്. ഓക്കെ, അടുത്ത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആം, ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3. ഓക്കെ, നമ്മളപ്പോ സ്ട്രക്ചർ എങ്ങനെയാണ് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഉള്ള സ്ട്രക്ചർ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ് നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ. നമുക്ക് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസിനെ എങ്ങനെയാ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ നോക്കാം. ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ദ നേഴ്സ് ഈസ് ഗിവിംഗ് പാനഡോൾ ടു ദ പേഷ്യന്റ്. അതിന്റെ മീനിങ് എന്താ? നേഴ്സ് ഇപ്പോൾ പേഷ്യന്റിന് പെനഡോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണ് അവിടെ പറയുന്നത്. അപ്പൊ ഇപ്പൊ കണ്ടിന്യൂ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ തന്നെ ഫിനിഷ് ആയ ഒരു ആക്ഷൻ ആണ്. പ്രസന്റിൽ ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഫിനിഷ് ആയ ഒരു ആക്ഷൻ ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ പറഞ്ഞത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താണ്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണ് അവിടെ പറയുന്നത്. നേഴ്സ് ഈസ് ഗിവിംഗ് പാനഡോൾ ടു ദ പേഷ്യന്റ്. നേഴ്സ് ഇപ്പോൾ പേഷ്യന്റിന് പെനഡോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എന്താവും? പെനഡോൾ ഈസ് ബീയിങ് ഗിവൺ ടു ദ പേഷ്യന്റ്. ഓക്കെ, അപ്പൊ പെനഡോൾ എന്നുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുന്നു. പിന്നെ നമ്മൾ ഈസി യൂസ് ചെയ്തു. കാരണം എന്താ? സബ്ജക്ട് സിംഗുലർ ആയ കാരണം നമ്മൾ ഈസി യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ബീയിങ്, അതായത് ING ഫോം, പ്രസന്റ് കണ്ടിന്യൂ. ഓക്കെ, അപ്പം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. നേഴ്സ് ഗിവ് പെനഡോൾ ടു ദ പേഷ്യന്റ്. കൊടുത്തിരുന്നു എന്നാണ് അവിടുത്തെ മീനിങ് വരുന്നത്. ഇത് പാസീവിലോട്ട് മാറ്റുമ്പോൾ എന്താവും? പെനഡോൾ വാസ് ഗിവൺ ടു ദ പേഷ്യന്റ്. നമ്മുടെ പാസീവ് വോയിസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഏതാ യൂസ് ചെയ്യുക? വാസ് ഓർ വേർ പ്ലസ് V3. ദ പെനഡോൾ വാസ് ഗിവൺ ടു ദ പേഷ്യന്റ്. വി ഫോം നമ്മുടെ വേർബിന്റെ ഗിവ് എന്തായി മാറി? ഗിവൺ ആയി മാറി. നമ്മൾ V3 ഫോം ആണ് യൂസ് ചെയ്യുക. പെനഡോൾ വാസ് ഗിവൺ ടു ദ പേഷ്യന്റ്. അടുത്ത ടെൻസ് ഫോം ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ വാസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ് സെന്റൻസ് സ്ട്രക്ചർ വരുന്നത്. നേഴ്സ് വാസ് ഗിവിംഗ് പെനഡോൾ ടു ദ പേഷ്യന്റ്. ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട്, പാസ്റ്റില് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം. ദ നേഴ്സ് വാസ് ഗിവിംഗ് പെനഡോൾ ടു ദ പേഷ്യന്റ് എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾ
പാസീവിലോട്ട് മാറ്റുമ്പോൾ എന്താവും, ഈ ഗിവിങ്ങിന്റെ ING ഫോം നമ്മൾ ബി ഫോമിന് കൊടുക്കും. ഓക്കെ, ദ പെനഡോൾ വാസ് ബീങ് ഗിവൺ ടു ദ പേഷ്യന്റ്. ക്ലിയർ ആയോ? ഓക്കെ, ദ പെനഡോൾ വാസ് ബീങ് ഗിവൺ ടു ദ പേഷ്യന്റ്. നെക്സ്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. The nurse has given Panadol to the patient. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ആണ്, കംപ്ലീറ്റഡ് ആയ ഒരു ആക്ഷൻ ആണ് പറയുന്നത്. നേഴ്സ് ഹാസ് ഗിവൺ കൊടുത്തിരുന്നു, നേഴ്സ് പാനഡോൾ പേഷ്യന്റിന് കൊടുത്തിരുന്നു. ഓക്കെ, നേഴ്സ് ഹാസ് ഗിവൺ പെനഡോൾ ടു ദ പേഷ്യന്റ് എന്നുള്ളത് നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എന്താവും, പെനഡോൾ ഹാസ് ബീൻ ഗിവൺ ടു ദ പേഷ്യന്റ്. പ്രസന്റ് പെർഫെക്റ്റിലാണ് നമ്മൾ ഹാസ് ബീൻ, ഹാവ് ബീൻ ഒക്കെ യൂസ് ചെയ്യുക. ഇവിടെ എന്തുകൊണ്ടാണ് ഹാസ് ബീൻ യൂസ് ചെയ്തത്? സിംഗുലർ, പെനഡോൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആയ കാരണം നമ്മൾ ഹാസ് യൂസ് ചെയ്തു. പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യുക. പെനഡോൾ ഹാസ് ബീൻ ഗിവൺ ടു ദ പേഷ്യന്റ്. അടുത്തതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പറയുമ്പോൾ ഓക്കെ, പാസ്റ്റിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കംപ്ലീറ്റഡ് ആയ ഒരു ആക്ഷൻ ആണ് ഹാഡ് ബീൻ. ഓക്കെ, the nurse had given Panadol to the patient. Nurse പെനഡോൾ കൊടുത്തു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. കംപ്ലീറ്റഡ് ആയ ഒരു ആക്ഷൻ ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എന്താവും, the nurse had been given to the പെർഫെക്റ്റ് ഫോമിൽ, കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഫോമിലാണ് നമ്മൾ ബീൻ യൂസ് ചെയ്യുക. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഒരു പീരീഡ് ഓഫ് ടൈമിൽ തുടങ്ങി ഒരു പീരീഡ് ഓഫ് ടൈമിൽ എൻഡ് ചെയ്തൊരു കാര്യത്തിനെയാണ് പിന്നെ പറയുമ്പോഴാണ് നമ്മൾ ബീൻ യൂസ് ചെയ്യുക. ഹാഡ് ബീൻ, ഹാസ് ബീൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. നേഴ്സ് ഹാഡ് ഗിവൺ പെനഡോൾ ടു ദ പേഷ്യന്റ് എന്തായി മാറി, പെനഡോൾ had been given to the patient. Okay, nurse will give Panadol to the patient. അടുത്തതെന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ പറയുക. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ എന്താ, nurse will give Panadol to the patient. nurse പേഷ്യന്റിന് പെനഡോൾ കൊടുക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എന്താവും, the Panadol will be given to the patient. നൽകപ്പെടും എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഈ പെട്ടു, പെടും, അതിന്റെയൊക്കെ യൂസേജ് ഈ പാസീവിലാണ്. നൽകപ്പെട്ടു, ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്താ പറയാ, സ്വീകരിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ പാസീവ്സ് എന്ന് പറയുന്നത്. അതാണ് ഈ ബി ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the nurse will give Panadol to the patient. The Panadol will be given to the patient. ഓക്കെ, സോ നമ്മൾ അവിടെ സിമ്പിൾ ആയിട്ട് വില്ലിന്റെ കൂടെ ബി ഫോം ആഡ് ചെയ്തു, വിൽ ബി ഗിവൺ. ഓക്കെ, കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയാ, വിൽ ബി പ്ലസ് V3 ഫോം, ഗിവൺ. Okay, so I hope that's clear to you. So that was about passive sentence, how to create passive sentence in OET. Especially നമ്മൾ OET റൈറ്റിംഗിലോട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും പാസീവ് ഫോം ആണ് യൂസ് ചെയ്യുക. 99% നമ്മൾ പാസീവ് ഫോംസ് ആണ് യൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ ടെൻസ് ഫോംസ് നോക്കിയിട്ട് നമ്മൾ അതിനെ ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുക. ബി ഫോംസ് ആണ് നമ്മൾ പാസീവ്സിൽ യൂസ് ചെയ്യുക. സിമ്പിൾ പ്രസൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 യൂസ് ചെയ്താൽ മതി. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 യൂസ് ചെയ്യുക. സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ വോസ് ഓർ വേർ പ്ലസ് V3 യൂസ് ചെയ്യുക. പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ ആണ് പറയുന്നതെങ്കിൽ വോസ് ഓർ വേർ പ്ലസ് ബീയിങ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ അടുത്താണ് നമ്മൾ ബീയിങ് യൂസ് ചെയ്യുക. ബീയിങ് പ്ലസ് V3 യൂസ് ചെയ്യുക. പാസ്റ്റ് പെർഫെക്റ്റ്, ഓക്കെ, കഴിഞ്ഞ ഒരു കാര്യത്തിനെ പറ്റി സ്പെസിഫിക് പീരീഡിൽ തുടങ്ങി സ്പെസിഫിക് പീരീഡിൽ എൻഡ് ചെയ്ത ഒരു കാര്യത്തിനെ പറ്റി പറയണം. പാസ്റ്റ് പെർഫെക്റ്റ്, അതും പാസ്റ്റില്. അപ്പൊ ഹാഡ് ബീൻ പ്ലസ് V3 യൂസ് ചെയ്യുക. പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 യൂസ് ചെയ്യുക. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യത്തിനെയാണ് പറയുന്നത്. അപ്പം വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V3 യൂസ് ചെയ്യാം. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു യെറ്റ് അനദർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ഹിയർ. ദ പേഷ്യന്റ് takes aspirin daily. Okay, patient takes aspirin daily പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? പേഷ്യന്റ് എല്ലാ ദിവസവും ആസ്പിരിൻ എടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും എവറിഡേ ആക്ഷൻ ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ റുട്ടീൻ ആണ് പറയുന്നത്. സിമ്പിൾ പ്രസന്റൻസിലാണ് നമ്മൾ ഹാബിറ്റ് അല്ലെങ്കിൽ റുട്ടീൻ പറയുക. ഇവിടെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ റുട്ടീൻ ആണ് പറയുന്നത് പേഷ്യന്റിന്റെ. പേഷ്യന്റ് ടേക്സ്, എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി ബേസിൽ. പേഷ്യന്റ് ടേക്സ് ആസ്പിരിൻ ഡെയിലി. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? സബ്ജക്റ്റ് നമ്മുടെ പേഷ്യന്റ് ആണ്. ടേക്സ് ആണ് ഇവിടുത്തെ വേർബ് വരുന്നത്. ആസ്പിരിൻ ആണ് ഒബ്ജക്റ്റ് വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ എന്താവും? ആസ്പിരിൻ ഇസ്
taken daily by the patient. നമുക്ക് സബ്ജക്റ്റിനെ മെൻഷൻ ചെയ്യണമെങ്കിൽ ബൈ വെച്ച് മെൻഷൻ ചെയ്യാം. ആസ്പിരിൻ ഇസ് taken daily by the patient. അടുത്തത് patient is taking aspirin daily. എന്നും ആസ്പിരിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ പാസീവ് വോയിലോട്ട് മാറ്റുമ്പോൾ എന്താ? ആസ്പിരിൻ ഈസ് ബീയിങ് taken daily. Okay, നമ്മൾ is or are or is or am or are plus I being plus B3 ഫോം ആണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ കിടക്കുന്ന ഒരു സെന്റൻസ് ആണിത്. ആസ്പിരിൻ ഈസ് ബീയിങ് taken daily. അടുത്തത് patient took aspirin daily. അല്ലെങ്കിൽ the patient took 3 tablets daily. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ മാറ്റും? ആസ്പിരിൻ, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ കിടക്കുന്ന ഒരു സെന്റൻസ് ആണ്. ആസ്പിരിൻ was taken daily. Okay, was or were plus B3 ഫോം നമ്മൾ യൂസ് ചെയ്തു. ആസ്പിരിൻ ഇവിടെ സിംഗുലർ ആയത് കാരണം നമ്മൾ വോസ് ആഡ് ചെയ്തു. ഇനി 3 ടാബ്ലറ്റ്സ് എന്നാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? വേർ ആഡ് ചെയ്യണം. കാരണം അത് പ്ലൂറൽ ആണ്. ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയാ. അടുത്തത് the patient was taking aspirin daily. ഓക്കെ, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പാസ്റ്റിലെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ആണ്. the patient was taking aspirin daily. അതെന്താവും? aspirin was being taken daily. Was or were plus ing form of the B form. Aspirin was being taken daily. അടുത്തത് the patient has taken aspirin daily for a period of 1 year. അത് നമ്മൾ എങ്ങനെ മാറ്റും? aspirin has been taken daily for a period of 1 year. നമ്മൾ ഒരു സ്പെസിഫിക് പീരീഡ് ഒക്കെ മെൻഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ for യൂസ് ചെയ്യുക. aspirin has been taken daily for a period of 1 year. അടുത്തത് the patient had taken aspirin daily for a period of 1 year. Aspirin had been taken daily for a period of 1 year. ഹാസും ഹാവിന്റെ ഒക്കെ പാസീവ്സിലോട്ട് വരുമ്പോഴാണ് has been, have been, had been ഒക്കെ യൂസ് ചെയ്യുക. Aspirin had been taken daily for a period of 1 year. അടുത്തത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. The patient will take aspirin in the evening. ഈവനിങ്ങിൽ ആസ്പിരിൻ പേഷ്യന്റ് എടുക്കും എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇതിന് നമ്മൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ എന്താവും? ആസ്പിരിൻ will be taken in the evening. Okay, so that was about active and passive voice. If you want, you can take a picture of the slide to have a better understanding. And if you have any doubts regarding this session, you can comment down. Are you having any doubts? You can comment down. So yes, that was about today's session. I hope the session was useful to you. And if you have any doubts or need clarification, please comment down. I'll be answering all your doubts in the comment section. So yes, thank you for your patient listening. We can meet in the next live session that will be on next Wednesday. Until then, it's bye from Devika from Vision Learning. Thank you.